ഒരു എനർജിയൊക്കെ വന്നിട്ട് മൊത്തം കഴുത്ത് മൊത്തം പ്രശ്നമായിരുന്നു. ഞാൻ വിചാരിച്ചു ഭയങ്കര പ്രശ്നമായി മൊത്തം. കാരണം പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്തൊക്കെയോ വിഷജന്തുക്കൾ ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് വയ്യാണ്ടായി, ഞാൻ ഹോസ്പിറ്റലിലേക്ക് ആയിരുന്നു. ഞാൻ പറയില്ല, ഞാനത് പറയില്ല, നീ പേടിക്കണ്ട. ലോകത്തിലെ തന്നെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള വലിയ ഡെസേർട്ട് ആണത്. അവിടെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നല്ല, കുറച്ചധികം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവണം. ഒരു സർവൈവൽ ത്രില്ലർ, അത് കേൾക്കുമ്പോഴും ഭയങ്കര ക്യൂരിയോസിറ്റി ആണ്. ഒരു ഡിഫറെന്റ് ടെറൈനിൽ ഷൂട്ട് ചെയ്ത ഒരു ചിത്രം, അതും ഭയങ്കര ക്യൂരിയസ് ആണ്. അതുപോലെ റുബൽ ഖാലി എന്ന് പറയുന്ന ഒരു ഡെസേർട്ട്, അത് നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പ്രത്യേകിച്ചും പ്രവാസികൾക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. നമ്മുടെ എന്താ പറയാ, ലോകത്തിലെ തന്നെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള വലിയ ഡെസേർട്ട് ആണത്. അവിടെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നല്ല, കുറച്ചധികം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവണം. ഇതിന്റെ ഒക്കെ ഉത്തരം ഇന്ന് ഇവിടെ പോകുന്നതിന് മുന്നേ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണം. നമ്മുടെ സിനിമയെ പരിചയപ്പെടുത്തുക, രാസ്ത എന്നുള്ള സിനിമ നമ്മൾ ചെയ്ത പുതിയതായിട്ടുള്ള രാസ്ത എന്നുള്ള സിനിമ എല്ലാവർക്കും പരിചയപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് പ്രീ റിലീസ് ഇവന്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടായിരുന്നത്. എനിവേ, ഇങ്ങനെ ഒരു സിനിമയെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ സിനിമയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഇതിന്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ലിനു ശ്രീനിവാസ്, അദ്ദേഹം ഒമാനിൽ നിന്നുള്ള റിലേറ്റഡ് ബിസിനസ് ചുമതലയുടെ ഓണാണ്. അപ്പൊ അദ്ദേഹത്തിനോട് ഈ സിനിമയെ കുറിച്ച് പറയാനും രാസ്തയെ ഒന്ന് പരിചയപ്പെടുത്താനും വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ക്ഷണിക്കും. എല്ലാവർക്കും നമസ്കാരം, ഗുഡ് ഈവനിങ്. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു രാസ്തയുടെ ഇങ്ങനത്തെ, ഒരുപാട് മാസങ്ങളുടെ ആവശ്യമായിരുന്നു രാസ്തയുടെ ഒരു ഇവന്റിൽ ഇങ്ങനെ വരിക, പങ്കെടുക്കുക എന്നുള്ളതിന്. ആദ്യമായിട്ട് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും, വന്ന എല്ലാവരും പറഞ്ഞ ഒരുപാട് ട്രാഫിക്കാണ് പുറത്തുനിന്ന്, വന്ന എല്ലാവർക്കും ഒരു പ്രത്യേക നന്ദി. സിനിമയില് എത്തിച്ചേരണം എന്ന് ആഗ്രഹിച്ചിട്ടൊന്നുമല്ല, ഞങ്ങളുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ വേറെയാണ്. ഗൾഫ് ബേസ്ഡ് ആണ്, മസ്കറ്റ് ബേസ്ഡ് ആണ്. ഗൾഫില് വ്യാപിച്ചു കിടക്കുന്ന ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയും ട്രേഡിങ് കോൺട്രാക്ടിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടെടുക്കുന്ന സ്ഥാപനമാണ്. ഞങ്ങൾ കഴിഞ്ഞ വർഷം അവസാനം തുടങ്ങിയ ഡിസ്കഷന്റെ പേരിൽ പുറത്തു വന്ന ഒരു സിനിമയാണ് രാസ്ത. അതില് ആദ്യം ഒരു ചെറിയ നന്ദി, എല്ലാവർക്കും വലിയ നന്ദി. ഇതിൽ സഹകരിച്ച എല്ലാവർക്കും ബാക്കപ്പ് പാർട്ടിൽ പറഞ്ഞ നന്ദിയാണ്. ആ നന്ദി ഇവിടെയും ആവർത്തിക്കുന്നു. കൂടെ ഒരു കുറെ നാളുകള് ഒമാനില്, ഞാൻ ഒമാൻ എന്ന് പറയുന്ന രാജ്യം സിനിമയൊന്നും അങ്ങനെ കണ്ടിട്ടില്ല, എന്താ ചലച്ചിത്രീകരണം കണ്ടിട്ടില്ല. ചെറിയ ചെറിയ പടങ്ങൾ, ചെറിയ എന്താ പറയാ ഷോർട്ട് സ്റ്റോറീസ്, അങ്ങനത്തെ പരിപാടികൾ മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഒമാനിൽ ഒരു പടം, ഒരു വലിയൊരു മലയാള സിനിമ. അത് ഒരു കോമ്പിനേഷൻ, ലൈക്ക് നമുക്ക് പ്രധാനപ്പെട്ട ഒരുപാട് നടീനടന്മാര്, മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് ലീഡിങ് ആയിട്ടുള്ള അനീഷ് സൽമാൻ ഭായിനെ പോലെയുള്ള ഒരുപാട് ക്രൂ, എല്ലാവരുടെയും നേതൃത്വത്തില് നല്ല ഭംഗിയായി ആ പടം ചെയ്തു. ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്ന ഒരു മൂവിയായിരുന്നു. കാരണം ഒമാനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പെർമിഷൻസ് എടുത്ത് ഒരു ക്യൂട്ട് ടൈമില് വളരെ ധൃതിയിൽ ഒരു പരിപാടി ചെയ്തു തീർക്കാന്നുള്ള വളരെ ബുദ്ധിമുട്ടാക്കായിരുന്നു. നമ്മളെല്ലാം കേൾക്കുന്ന ദുബായിലെല്ലാം ഒരുപാട് സിനിമകള്, വിജയ് സാറിനൊക്കെ അറിയാം, ഒരുപാട് സിനിമകൾ അവിടെ നടന്നിട്ടുണ്ട് ദുബായില്. ഒമാനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആ ബുദ്ധിമുട്ടുകളെല്ലാം തരണം ചെയ്ത് ഞങ്ങൾ രാസ്ത പൂർത്തിയാക്കി ജനുവരി 5 നിങ്ങൾക്ക് വിട്ടുതരുന്നു. ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ചില കാര്യങ്ങൾ എന്റെ ഇപ്പൊ പെട്ടെന്ന് വന്നോണ്ട് പറയട്ടെ, ഒരു കാഷ്വൽ ടോക്കിൽ പറയാണ്. പുള്ളിനെ ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു വലിയൊരു ബിസിനസ് ഐക്കോൺ വരുന്ന പോലെയാണ് എന്റെ മുമ്പിലേക്ക് വന്നത്. പ്രൊഡ്യൂസർ എന്നുള്ള റെസ്പെക്ട് സംസാരിച്ചു. പുള്ളിയുടെ സിനിമയുടെ ഭയങ്കര ഒരു ഗൗരവം, ഒരു ഭയങ്കര ഫോർമൽ ആയിട്ടുള്ള സംസാരവും കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ ഒരു അവസാന ഷെഡ്യൂൾ ആകുമ്പോൾ ഡെസേർട്ടില് 80 കിലോമീറ്റർ അപ്പുറത്ത് വന്നിട്ട് ഞാൻ നോക്കുമ്പോൾ പ്രൊപ്പലർ വെച്ചിട്ട് നമ്മൾ സാൻഡ് സ്റ്റോം ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുമ്പോൾ നിലത്ത് നിന്നിട്ട് ഇങ്ങനെ പൂവി വാങ്ങി മണിക്കൂറുകളാണ്. അത് മറക്കാൻ പറ്റില്ല. ഫുഡ് അത്രയും 70 കിലോമീറ്റർ സ്വന്തമായിട്ട് 4 വീൽ ഡ്രൈവ് ചെയ്ത് പോയിട്ട് നമുക്കുള്ള ഉപ്മാവ് മേടിച്ചു കൊണ്ടുതരുന്നത് വളരെ ഹാപ്പി ആയിട്ട് ചെയ്യുന്ന ഒരു പോലീസായിരുന്നു. അത് ഞാൻ വെറുതെ പറയാം, വളരെ സിൻസിയറായിട്ട് ഹാപ്പി ആയിട്ട് ചെയ്യേണ്ട ഒരു രീതിയാണ്.
നമുക്ക് ഇങ്ങനെ ഒരു ചടങ്ങ് ഒഫീഷ്യലായിട്ടാണെങ്കിലും അതിന്റെ ഒരു പോസിറ്റീവിന് വേണ്ടിയിട്ട് തീർച്ചയായും നിങ്ങൾ രണ്ടുപേരും ഇത്രയും സംസാരിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല. ഞാൻ നിങ്ങളടുത്ത് ചോദ്യം ചോദിച്ചാൽ മാത്രം ഉത്തരം പറയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കായിരുന്നു. പക്ഷെ നിങ്ങളുടെ ഇമോഷനാണ് ഇതുമായിട്ടുള്ള അത്രയും സിൻസിയർ ആയിട്ട് അല്ലെങ്കിൽ കഷ്ടപ്പെട്ടെടുത്ത നിങ്ങളുടെ ഇമോഷനാണ് നിങ്ങൾ ഇത്രയും സംസാരിച്ചതെന്ന് മനസ്സിലാവുന്നു. ആൻഡ് വിളക്ക് കൊളുത്തി തന്നെ നമുക്ക് ഈ ഒരു ചടങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നമസ്കാരം. സീനിയർ എന്ന് പറയുന്നത് കാലം കൊണ്ടല്ലേ, പ്രായം കൊണ്ടല്ലേ? അല്ലല്ല, പ്രായം കൊണ്ടല്ല. പ്രായം കൊണ്ടായാലും വിരോധമില്ല. എന്തായാലും വളരെ സന്തോഷമുണ്ട്. കാരണം രാസ്ത എന്ന ഫിലിമിൻ്റെ ഈ പ്രീ ലോഞ്ചിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിന് നമ്മുടെ പ്രൊഡ്യൂസർ ലിനുവിനോടും അതുപോലെ അനീഷിനോടും എല്ലാവരോടും എൻ്റെ ഹൃദയംഗമായ സന്തോഷവും നന്ദിയൊക്കെ അറിയിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായ അനുഭവം തന്നെയായിരുന്നു ഈ രാസ്ത എന്ന് പറയുന്ന പടത്തിൻ്റെ ഷൂട്ടിംഗ്. കാരണം നമുക്കറിയാം, വിദേശത്ത് ഒരുപാട് പടങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ടും ഒരു സ്ഥലത്ത്, പ്രത്യേകിച്ച് മസ്കറ്റ് എന്ന് പറയുന്ന ഒരു രാജ്യത്ത്, ഒമാനിൽ പൂർണ്ണമായിട്ടും ഒരു മലയാള സിനിമ ഷൂട്ട് ചെയ്യുന്നത് ചിലപ്പം ആദ്യമായിട്ടായിരിക്കാം. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. കാരണം അത്രയും ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം ചോദിച്ചുള്ള ആദ്യം, പിന്നെ പറഞ്ഞു പറഞ്ഞ ദിവസങ്ങൾ ഒരുപാടായി. പക്ഷെ അങ്ങനെ ആയപ്പോഴും നമുക്ക് സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അത്രയും നല്ല ഒരു സിനിമ, രാസ്ത എന്ന് പറയുന്ന അത്രയും നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടും അത്രയും നല്ല രീതിയിൽ ആ സബ്ജക്റ്റിനോട് മാക്സിമം നീതി പുലർത്തിക്കൊണ്ടായിരുന്നു അനീഷും ടീമും ഒക്കെ ആ സിനിമ ചിത്രീകരിച്ചത്. മസ്കറ്റിലൊക്കെ നമ്മൾ പോകുമ്പോൾ തന്നെ നമ്മൾ കൂടുതലായിട്ടും അതിൻ്റെ ടൗൺ പ്രദേശങ്ങളായിരിക്കും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് അതിൻ്റെ ഉൾപ്രദേശങ്ങളിലുള്ള അതിൻ്റെ സൗന്ദര്യവും അതുപോലെ തന്നെ ഭീകരതയും ഒക്കെ തന്നെ ഒരുപാട് ഒപ്പിയെടുത്തിട്ടുണ്ട് നമ്മുടെ രാസ്ത എന്ന് പറയുന്ന സിനിമ. അതിൻ്റെ സബ്ജക്റ്റ് കേട്ടപ്പോൾ എനിക്കതിനെപ്പറ്റി അറിയില്ലായിരുന്നു. പക്ഷേ അതൊരു റിയൽ ലൈഫുമായിട്ട് വളരെ സാമ്യമുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ശരിയല്ലേ? ശരിയാണ് അല്ലേ? ഒരു റിയൽ ലൈഫ് അല്ല, പല ആൾക്കാരുടെ ജീവിതകഥയായിട്ടുണ്ട്. അല്ല, ഈ നമ്മൾ പ്രത്യേക ഇൻസിഡൻസ് തന്നെ ഒരു റിയൽ സംഭവത്തിന് ബേസ് ചെയ്തിട്ട് ഉണ്ടായതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ അതുപോലെയല്ല, സിനിമാറ്റിക് അതിൻ്റെതായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, അല്ലേ? പക്ഷെ ആ ഒരു സംഭവം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു ഭീതിയും കാര്യങ്ങളൊക്കെയാണ്. കാരണം നമ്മളൊരു അന്യനാട്ടിൽ പോയിട്ട് നമുക്കുണ്ടാവുന്ന ഒരു തരം വല്ലാത്തൊരു അവസ്ഥയിൽ നിന്ന് എങ്ങനെ നമ്മൾ രക്ഷപ്പെടും എന്നുള്ളതാണ്. രക്ഷപ്പെടുമോ എന്ന് സംശയം തന്നെയാണ്. അതാണ് നമ്മുടെ രാസ്ത എന്ന് പറയുന്ന സിനിമ പറയുന്നത്. പിന്നെ രാസ്ത എന്ന് പറയുന്നത് ഒരു ഹിന്ദി വാക്കാണ്, അല്ലേ? പക്ഷെ ഇപ്പൊ പറഞ്ഞു ഏകദേശം ഒരു മലയാള വാക്കായിട്ട് മാറിയിട്ടുണ്ട്. അത് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ പറയാവുന്നൊരു വാക്കായിട്ട് മാറി. അപ്പോൾ കോസ്റ്റ്യൂംസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
അങ്ങനെ ഒരു പ്രത്യേക കോസ്റ്റ്യൂമറൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു ടീം വർക്ക് പോലെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ കൂടാരൊക്കെ സെറ്റ് ചെയ്ത് അവിടെ നമ്മൾ കോസ്റ്റ്യൂംസ് കുറെ അവിടെ വെക്കുന്നു. അപ്പോൾ നമ്മൾ സമയം പറയുമ്പോൾ നമ്മൾ റെഡിയായിട്ട് കോസ്റ്റ്യൂം എടുത്തിടുന്നു. അപ്പോൾ അതിനകത്ത് എന്താ പ്രാണിയോ ഉറുമ്പോ എന്താണെന്നുള്ളത് നമ്മൾ നോക്കുന്നില്ല. അപ്പം അങ്ങനെ സംഭവിച്ച ഒരു കാരണമാവാനാണ് സാധ്യത. ഒരു എലർജിയൊക്കെ വന്നിട്ട് മൊത്തം കഴുത്ത് മൊത്തം പ്രശ്നമായിരുന്നു. ഞാൻ വിചാരിച്ചു ഭയങ്കര പ്രശ്നമായി മൊത്തം. കാരണം പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് എന്തൊക്കെയോ വിഷജന്തുക്കൾ ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ പ്രത്യേക അല്ലെങ്കിൽ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് പോയിസൺ ആവുന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ചെറിയൊരു ടെൻഷൻ ആയിരുന്നു ആ സമയങ്ങളിലൊക്കെ. ഇപ്പോഴല്ല, അപ്പൊ തന്നെ സെറ്റായി, കുഴപ്പമില്ല. ചേട്ടന് കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ളത് ഇർഷാദൊക്കെ ആയിട്ട് അല്ലേ? അതെ, ചേട്ടന് ഇവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഇർഷാദിക്കേനെയും കൂടി അവിടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. വലിയ സന്തോഷം. ഇല്ല, ഞാൻ പറയില്ല, ഞാനത് പറയില്ല, നീ പേടിക്കണ്ട. അല്ല പറയാം. ഇർഷാദ് മെനഞ്ഞുണ്ടാക്കിയ കള്ളക്കഥ തീർച്ചയായിട്ടും പറയുന്നത് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പറയണ എന്താ സത്യം അതല്ലല്ലോ, പിന്നെന്താ പറയുന്നത്? കുഴപ്പം ഒത്തിരി നെഗറ്റീവായിട്ടുള്ളൊരു കഥയാണ്. ലിപ്സ്റ്റിക് അലർജി ആയിരുന്നു എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. തമാശ പറഞ്ഞാല് എന്തോ അരിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ കഴുത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇർഷാദിന്റെ ദേഹം കൂടെ ഉണ്ടാവേണ്ടതായിരുന്നു ശരിക്കും പറഞ്ഞത്. അപ്പൊ ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള എക്സ്പീരിയൻസ്, മനസ്സിലായില്ലേ? ഇതായിരുന്നു അവിടെ കൊടുക്കലും അങ്ങനെ തൊട്ടടുത്ത റൂമിലായിരുന്നു ഞാൻ താമസം. എന്തായാലും വരും സുധീഷിനെ കുറിച്ച് ഇർഷാദ് പറയുന്ന കേട്ടാ ഞെട്ടും. എന്നെ കൂടെ എന്തിനാണോ പറയിപ്പിച്ച് ഞാൻ പറയാതെ വന്നതല്ലേ. എന്തായാലും ഒരുപാട് സന്തോഷം അല്ലേ? തീർച്ചയായിട്ടും. അനീഷ്, ഞാൻ ചാൻസ് ചോദിച്ചു നടക്കുന്ന കാലത്ത് എനിക്ക് പരിചയമുള്ള, അന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു, ജോഷ് സാറിന്റെ കൂടെ ഒക്കെ ഉള്ള, നമ്മൾ ലൊക്കേഷനൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു സുഹൃത്തായിരുന്നു. കാലങ്ങളായിട്ട് നല്ല അടുപ്പമുണ്ട്. ഒരുപാട് സിനിമകൾ ചെയ്യുമ്പോഴും നമുക്ക് ഒരുമിച്ച് സഹകരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടായിട്ടില്ല. നമ്മൾ സിനിമ കാണുകയും കൃത്യമായിട്ട് അഭിപ്രായം പറയുകയും വിയോജിപ്പുകൾ രേഖപ്പെടുത്തുകയും സന്തോഷം അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പം ഇങ്ങനൊരു പടം വന്നപ്പോൾ അനീഷ് നിങ്ങൾക്ക്, അപ്പോൾ ഇത് മുന്നേ എന്തുകൊണ്ട് വിളിച്ചില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം, കാരണം എനിക്ക് പറ്റിയൊരു സാധനം വന്നിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ എനിക്ക് ഇതിലൊരു ക്യാരക്ടർ വന്നപ്പോൾ, ഒന്നല്ല 2 ക്യാരക്ടറുകൾ എന്നോട് പറഞ്ഞു ഏത് വേണമെങ്കിൽ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരുപാട് സന്തോഷം ഉണ്ടായി. എന്തായാലും അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു. ദീനുവിനെ പറ്റി പറഞ്ഞ പോലെ ചായയൊക്കെ വിളമ്പി തന്നിരുന്നു അദ്ദേഹം ലൊക്കേഷനിൽ. വീട്ടിൽ നിന്ന് കടി ഉണ്ടാക്കിക്കൊണ്ടിരും വൈഫ്, ഇവൻ ചായ വിളമ്പും. ഞങ്ങളവിടെ അല്ലേ, നമ്മളെന്തായിരുന്നു പിന്നെ പഴംപൊരി ചോദിച്ചു എന്നൊക്കെ കേട്ടു എന്നൊക്കെ കഥ ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നമ്മുടെ ഇവിടുത്തെ പോലെ പ്രോപ്പർ ആയിട്ട് കറക്റ്റ് സമയങ്ങളിൽ ഇത് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇവർക്ക് അതിന്റെ പ്രൊഡക്ഷൻ ഒന്നും അറിയില്ല. ഇപ്പോൾ 4-3 മണിക്ക് ഒരു ചായ ഉണ്ട്, 5 മണിക്ക് കടിയും ചായയും കൂടി കിട്ടുക, ഇതൊന്നും അവർക്ക് അറിയുന്ന പരിപാടിയൊന്നുമില്ല. അപ്പൊ ഇവരെപ്പോഴെങ്കിലും ഇപ്പൊ നമ്മുടെ യൂണിറ്റിലെ ആളുകളൊക്കെ ഒരുപാട് നേരം വർക്ക് ചെയ്തിട്ടൊക്കെ 4 മണി 4:30 ആകുമ്പോഴത്തേനും ഒന്നും സ്നാക്സും ചായ ഒന്നും വന്നില്ലല്ലോ എന്നൊക്കെ. അപ്പൊ അവർക്ക് വേണ്ടിയാണ് ഇർഷാദ് പറഞ്ഞതെന്ന് വരുത്തി തീർത്തുകൊണ്ട് പുള്ളിക്ക് വേണ്ടിയാണ് സംഭവം പറഞ്ഞത്. പഴംപൊരി അവസാനം ലൊക്കേഷനിൽ പഴംപൊരി ചോദിച്ചത് കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തമാശയായിരുന്നു. എന്തായാലും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മരുഭൂമിയിലുള്ള ഒരു പീഡനം ഞങ്ങള് കുറച്ചായി അനുഭവിച്ചിട്ടുള്ള, ഇവരകത്ത് കയറിയിട്ട് ഒരുപാട് അനുഭവിച്ചു. തീർച്ചയായിട്ടും ഇതൊരു തമാശ മാത്രമല്ല കേട്ടോ, സീരിയസ് ആയിട്ട് പറയാം. കാരണം നമ്മൾ എളുപ്പത്തിൽ പോയി ഷൂട്ട് ചെയ്ത് വന്നൊരു സിനിമയല്ല അത്. അത്രയും കഷ്ടപ്പെട്ടവരാണ്. കാരണം നമ്മൾ ഈ സിനിമയിൽ കുറച്ച് ട്രെയിലർ ഷോട്ട്സ് കണ്ടു, പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് സിനിമയിൽ നിങ്ങൾക്ക് ഒരുപാട് അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ നേരിട്ട് തീർച്ചയായിട്ടും സിനിമയിൽ കാണാൻ സാധിക്കും. അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് അനുഭവിച്ചതാണ്, അതാ പറയാൻ കഴിയും. കാരണം വളരെ സൗകര്യത്തോട് പോയിട്ട് എന്താ പറയുക, നമ്മൾ കാരവനിൽ പോയി ഇരിക്കുക, സൗകര്യമുള്ള സമയത്ത് പോയിട്ട് വന്ന് അഭിനയിക്കുക, ആ രീതിയിലായിരുന്നില്ല. മൊത്തത്തിൽ ആ ഒരു ഡ്രൈനെസ്സും ഒക്കെ തന്നെ അനുഭവിച്ചുകൊണ്ട് തന്നെ അഭിനയിച്ചതാണ്. ഞാനല്ല കൂടുതലായിട്ടും, ഇതിൽ കൂടുതലും സർജാനോ ഖാലിദും നമ്മുടെ നായികയും അനീഷും വിഷ്ണു അവരൊക്കെയാണ് കൂടുതലായിട്ടും അത് അനുഭവിച്ചത്. അത് തീർച്ചയായും ഞാനിപ്പോ ഇവിടെ വന്നപ്പോ ദിനേശ് ചേട്ടനെ കണ്ടു, PR ദിനേശ് ചേട്ടൻ സിനിമ കണ്ടിട്ടുണ്ട്. പുള്ളി പറയാം, ആ മരുഭൂമിയിൽ അനുഭവിച്ചത് കണ്ടാൽ തന്നെ ഈ സിനിമ എല്ലാവരും കാണണം തോന്നും, അത്രമേൽ അവര് എഫർട്ട് എടുത്തിട്ടുണ്ട് ആ സാധനത്തില് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഈ സിനിമ 5-ാം തീയതി റിലീസ് ആവുകയാണ്. നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് തിയേറ്ററിൽ ആള് കയറുക എന്നൊക്കെ വലിയൊരു ടാസ്കുള്ള സമയമാണ് ഇപ്പോൾ ഉള്ളത്. പാൻ ഇന്ത്യ സിനിമകൾ മാത്രം വരുന്ന ഇത് പാൻ ഇന്ത്യ സിനിമയാണ്, ഇത് പാൻ വേൾഡ് സിനിമയാണ്.
ക്രിസ്മസിന് തന്നെ അല്ലേ, വിജയ് ഇപ്പൊ എന്നോട് പറയായിരുന്നു ക്രിസ്മസിന് ഒരു മലയാള പടം വന്നത് എത്ര വർഷങ്ങൾക്ക് ശേഷമുള്ളതാണെന്ന് പറയുമ്പോൾ എല്ലാവരും അപ്പൊ തിയേറ്ററിലേക്ക് തന്നെ ആളുകൾ വരണം. അപ്പൊ അതിനുള്ള സാധ്യതയുള്ള ഒരു സാധനം ഈ സിനിമ പറയുന്നുണ്ട്. എല്ലാവരും തിയേറ്ററിലേക്ക് വന്ന് കാണാനുള്ള അവസരം നിങ്ങളും കൂടി ഉണ്ടാക്കി കൊടുക്കണമെന്ന് മാത്രം പറയുന്നു. താങ്ക് യു. ഹലോ, നമസ്കാരം. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കണ്ടില്ലേ? കണ്ടു അതിന്റെ ചോദിച്ചാൽ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു അനീഷ്ക ആൻഡ് ലിൻ ചേട്ടൻ എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതാണ്. ആൻഡ് താങ്ക് യു വിജയ് ചേട്ടാ എന്നിങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിക്കാൻ ഉള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തതിൽ താങ്ക് യു സോ മച്ച്. ഈ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പേഴ്സണലാണ്. കാരണം നമ്മളെ ക്രൂവിലുള്ള കുറച്ച് പേര് മാത്രം ഇവിടെ നിന്ന് പോയിട്ട് അവിടെ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് വയ്യാണ്ടായി, ഞാൻ ഹോസ്പിറ്റലിലേക്ക് ആയിരുന്നു, ഇടയ്ക്ക് പോകും, ട്രിപ്പ് ഇടും, എന്നിട്ട് തിരിച്ചു വരും, ഷൂട്ട് ചെയ്യും. പക്ഷെ ഞാനൊന്നല്ല, ഇവിടെ യൂണിറ്റിലെ ചേട്ടന്മാരും പിന്നെ പുറത്തിറങ്ങി പണിയെടുക്കുന്ന നമ്മുടെ ഡയറക്ടറും DOP-യും പ്രൊഡ്യൂസർ വരെ ഇവരൊക്കെയാണ് കഷ്ടപ്പെട്ടിട്ടുള്ളത്. അവർക്കാണ് ശരിക്കും ഒരു കൈയടി കൊടുക്കുന്നത്. കാരണം അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട്, ഒരു കംപ്ലൈൻറ്റും പറയാതെ ഡേ ടു നൈറ്റ് ഇത് തന്നെയായിരുന്നു പരിപാടി. ആൻഡ് അതാണ് എക്സ്പീരിയൻസ്. ഇതിന്റെ സ്റ്റോറിയൊക്കെ കേട്ടപ്പോ ഒമാനിലാണ് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്യുന്നതെന്നൊക്കെ കേട്ടപ്പോഴത്തേക്കും വിചാരിച്ചു ഇത്ര കഷ്ടപ്പെടേണ്ടി വരും? ഇല്ല, നമ്മൾ ഇത്ര ഒന്നും വിചാരിക്കില്ലല്ലോ. എന്താ അറിയാമെങ്കിൽ ആദ്യം പോകില്ലായിരുന്നു. പക്ഷെ ആക്ച്വലി അത് കൂടാതെ എനിക്ക് പറയാനുള്ള ലിനു ചേട്ടൻ്റെ നേരത്തെ അനീഷ്ക പറഞ്ഞ പോലെ ലിനു ചേട്ടൻ മോർ ദാൻ എ പ്രൊഡ്യൂസർ ഒരു ബ്രദർലി ഫീലാണ്. നമുക്ക് എന്താ പോയി പറയാം, സംസാരിക്കാം, ആ ഒരു സ്പേസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓൾസോ പറഞ്ഞ പോലെ ഒഴിവാരി എറിയലായിരുന്നു എല്ലാവരുടെയും കൂടെ. അങ്ങനെയൊക്കെ ഒരു പ്രൊഡ്യൂസറിനെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ താങ്ക് യു. ആൻഡ് ബാക്കി എല്ലാവരും, സുധി ചേട്ടൻ, ഋഷാദ് ഖാൻ, അനക, ആരാധ്യ, വേണു ചേട്ടൻ, അവൻ, ടീമിലുള്ള എല്ലാവരും ഭയങ്കര സപ്പോർട്ടുമായിരുന്നു. എല്ലാവരും ഒരു ഫാമിലി പോലെയാണ് ഈ സിനിമ ചെയ്തത്. സോ യെസ്. ആദ്യം ഷൂട്ട് ചെയ്തത് ഡെസേർട്ടിലായിരുന്നോ അതോ മറ്റേ പാട്ടൊക്കെ ആയിരുന്നോ? ആദ്യം പാട്ടൊക്കെ ആയിരുന്നു, ഡെസേർട്ടിൽ അവസാനം എത്തിയത്. പാട്ടൊക്കെ ഷൂട്ട് ചെയ്തൊക്കെ വിചാരിച്ചല്ലേ നല്ല സുഖമായിട്ട് പാട്ടൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് ആ ഒരു ഫ്ലോയിലൊക്കെ പോകുന്നു വിചാരിച്ചു. പക്ഷെ ഒട്ടും അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ അതെ, നമ്മുടെ നായികനെ കൂടി നായകനെ നിർത്തി ഞാനിങ്ങനെ വിളിക്കുകയാണ് അനക്ക. ആദ്യം ഈ ഇവന്റിന് വന്ന എല്ലാവർക്കും നന്ദി. അതെനിക്കും പറയാൻ കേട്ടോ, ആദ്യം പറയാൻ വിട്ടുപോയി. താങ്ക് യു സോ മച്ച് എല്ലാവരും ഇവിടെ എത്തിയതിൽ. ഇങ്ങനൊരു ചെറിയൊരു ഫംഗ്ഷനിൽ നിങ്ങളെല്ലാവരും വന്നതിൽ താങ്ക്സ് അലോട്ട്. സോറി ബാക്കി പറഞ്ഞു. പിന്നെ അവസാനം മൈക്ക് കിട്ടുമ്പോൾ ഉള്ള ഒരു പ്രശ്നം ഇതാണ്, പറയേണ്ട കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും. ഇത് അറിഞ്ഞത് നേരത്തെ വെച്ചത്. ഈ മേക്കിംഗ് വീഡിയോയിലൊക്കെ കണ്ടില്ലേ? അപ്പോൾ ഞാനും ആദ്യം ഈ സ്റ്റോറി കേട്ടപ്പോൾ ഒമാനിലാണ് ഷൂട്ട് ചെയ്യുന്നത്, സർവൈവൽ പരിപാടിയാണ്, ഇതെന്തായാലും ഒന്ന് അറിയണം എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയിലാണ് ഈ പ്രോജക്റ്റ് ഞാൻ എടുത്തത്. എന്തായാലും കുറച്ച് കഷ്ടപ്പെടും എന്നുള്ള കാര്യം അറിയായിരുന്നു, പക്ഷേ ഇത് ഇച്ചിരി കൂടി. പക്ഷെ അതിൻ്റെയൊക്കെ റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഡെസേർട്ടിലുള്ള ഒരു 15 days ഷൂട്ടിൻ്റെ അവസാനമുള്ള ഒരു 15 days ഞങ്ങൾ ഡെസേർട്ടിലായിരുന്നു. അപ്പോൾ ആദ്യം മസ്കറ്റിൽ കുറേ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടു. പക്ഷെ ഇപ്പോൾ ഒമാൻ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ആ ഡെസേർട്ടും പിന്നെ നമ്മളുടെ കുറച്ച് മെമ്മറീസും ആണ്. ഞങ്ങൾ ആദ്യം കഷ്ടപ്പെട്ടെങ്കിലും പിന്നെ ആ കഷ്ടപ്പാട് ഞങ്ങൾക്കൊരു ഫണ്ണായി മാറി. ലിനു സാറിനോടാണെങ്കിലും ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലല്ല, ഞാനൊക്കെ കംപ്ലൈന്റ് പറയുമായിരുന്നു. അതും പറയുന്നത് ലൈക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനോടും ബ്രദറിനോടൊക്കെ പറയുന്നത് പോലെ കരഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ പറഞ്ഞത്. കാരണം അവിടേക്ക് നമ്മളുടെ ബേസിക് നീഡ്സ് ഒന്നും എത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. പിന്നെ ക്ലൈമറ്റിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ എല്ലാവരും അനുഭവിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ഓർക്കുമ്പോൾ എന്തായാലും അത് നല്ലതിന് വേണ്ടി ആയിരിക്കുന്നുള്ളൂ. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അലർജിയോ എന്തെങ്കിലും ഒക്കെ? അതല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായില്ല. ഓക്കെ, അങ്ങനത്തെ ഒന്നും ഉണ്ടായില്ല. ഗുഡ് ഈവനിങ്. ഭയങ്കര സന്തോഷം തോന്നുന്നത് എല്ലാ ഈവന്റിലും പറയുന്ന പോലല്ല. ഈ സിനിമയ്ക്ക് ഒരുപാട് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര നൊസ്റ്റാൾജിയ. ഞാൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസറായ സിനിമയുടെ സംവിധായകനാണ് അനീഷ് എന്ന് പറയും. അനീഷിനെ ഞാൻ സൂര്യ ടി വിയിൽ ഇരിക്കുമ്പോൾ മുല്ലമൊട്ടം മുന്തിരിച്ചാറും എന്നൊരു സിനിമ സെല് ചെയ്യാനായിട്ടാണ് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് വരുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഡയറക്ടർ ഒരു മൂവി സെല് ചെയ്യാൻ വരുന്നത്. സാധാരണ പ്രൊഡ്യൂസറാണ്. അപ്പം അനീഷിനോട് സാർ ഞാനാണ് ഇതിന്റെ മാർക്കറ്റിങ്ങും ഞാൻ തന്നെയാണ് ഇത് വിൽക്കുന്നത്, ഞാൻ തന്നെയാണ് ഡയറക്ട് ചെയ്തത്. അപ്പൊ എനിക്ക് അനീഷിനോടൊരു പ്രത്യേക അനുഭവം. ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാണിച്ചാൽ, പക്ഷെ ഞാനന്ന്
സൂര്യ ടി വി വിടാൻ ഇരിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ ഒരിക്കൽ ഞാൻ വിട്ടു എന്ന് പറഞ്ഞപ്പോൾ അനീഷ് കാണാൻ വരികയും സക്രിയുടെ ഗർഭിണികൾ എന്ന് പറയുന്ന സിനിമ എന്നോട് പിച്ച് ചെയ്യുകയും അതുകൂടാണ്ട് ഈ സിനിമയിൽ അനീഷിനെ ലോഞ്ച് ചെയ്ത പോലെയാണ് എനിക്ക് സക്രിയുടെ ഗർഭിണികൾ. പിന്നെ സർജാനോ ഇതേപോലെ 5 വർഷം മുമ്പ് ജൂൺ എന്ന സിനിമയുടെ ഓഡിഷന് എൻ്റെ മുമ്പിൽ വരികയും ഞാൻ അനീഷിനെ സർജാനെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിച്ചു, അഭിനയിപ്പിച്ചു. അങ്ങനെ അതിൽ നായകനായിട്ട് സെലക്ട് ചെയ്തു. അപ്പം സർജാനോയും ഞാൻ ലോഞ്ച് ചെയ്തതാണ്. പിന്നെ വിഷ്ണു മോഹൻ സിത്താര, വിഷ്ണു ഇതേപോലെ സക്രിയുടെ ഗർഭിണികൾ എന്ന് പറഞ്ഞ സിനിമയിലെ വെയിൽച്ചില്ലേ എന്ന് പറഞ്ഞ ഹിറ്റ് ഗാനം ഞാൻ ഞങ്ങളുടെ സിനിമയുടെ കൂടെ ലോഞ്ച് ചെയ്തതാണ്. പിന്നെ വിഷ്ണു എൻ്റെ ഭാഗ്യ സിനിമാറ്റോഗ്രാഫർ എന്ന് പറയാം. എൻ്റെ ഫസ്റ്റ് ഞാൻ പ്രൊഡ്യൂസറായ സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ. ആട് 1, ആട് 2. അങ്ങനെ ഇതൊരു അനഘയുടെ അച്ഛനുമായിട്ടാണ് എനിക്ക് കൂടുതൽ ഫ്രണ്ട്. പിന്നെ ആരാധ്യ, ആശ, പിന്നെ പറഞ്ഞു വരുമ്പോൾ എല്ലാം ഇങ്ങനെ പറഞ്ഞു പോകണം. വിശാൽ ഭായ്, സുധീഷ് ഭായ്, എല്ലാവരും. അപ്പൊ ഇങ്ങനെ പോസ്റ്ററിൽ നോക്കുമ്പോൾ എല്ലാം പരിചയമുള്ളവരും സ്നേഹമുള്ളവരും സന്തോഷമുള്ളവരും കൂടുതലും ഞാൻ ലോഞ്ച് ചെയ്തവരും. അപ്പൊ അങ്ങനെ ഒരു ഫംഗ്ഷനിൽ ഇവിടെ നിൽക്കുമ്പോൾ അത് കൂടാതെ അനീഷ് ഈ സിനിമയിൽ അഭിനയിക്കുകയും കൂടെ ചെയ്യുന്നു. അപ്പം ഈ സിനിമ കഴിഞ്ഞ 2022 നവംബറിലോ ഒക്ടോബറിലോ എന്തോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അനീഷ് വിജയ് സാർ ഞാനൊരു ചെറിയ സാധനം ചെയ്യണം, വ്യത്യസ്തമായ ഒരു സാധനം പറഞ്ഞു. അനീഷ് ചെയ്യുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളല്ലേ ചെയ്യും, സക്രിയുടെ ഗർഭിണികൾ അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ അല്ല, അതില് ഒരു വേഷം അഭിനയിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഇങ്ങനെയാണ്, ഡെസേർട്ടാണ്, അതാണ് പറയാ, ചെയ്യാം, നമുക്ക് നോക്കാം, വിസയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു. എനിക്ക് ഗോൾഡൻ വിസ ഉണ്ട്, എപ്പോഴെങ്കിലും വിളിച്ചാൽ മതി വരാം. പിന്നെ എന്നെ വിളിച്ചിട്ട് പറയുന്നത്, സാർ ഞാനിങ്ങനെ സിനിമ തുടങ്ങി. അപ്പൊ ഞാൻ വിളിച്ചു, അനീഷ് മറ്റത് മറന്നുപോയോ അഭിനയിക്കാൻ? എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പ്രിപ്പയർഡ് ആയിരിക്കായിരുന്നു ദുബായി പോകാനായിട്ട്. അങ്ങനെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുവന്ന് എൻ്റെ മേക്കിംഗ് വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണിച്ചു. അപ്പം എനിക്ക് മനസ്സിലായ കാര്യം എന്താണ് എന്നെ വിളിക്കാൻ. കാരണം അനീഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണല്ലോ. അപ്പം അനീഷ് എപ്പോഴും പറയും, എനിക്ക് ഏറ്റവും കടപ്പാടും സ്നേഹവും ഒക്കെ സാറിനോടാണ്, അത് എന്നും നിലനിൽക്കണം എന്ന ആഗ്രഹമുണ്ട്. ഇങ്ങനെ ഒരു പടത്തിൽ കൊണ്ടുപോയി എന്നെ അഭിനയിച്ചിട്ടിരുന്ന ഇപ്പം ഋഷാദ് ഭായി ഒക്കെ പറഞ്ഞല്ലേ, എന്നെ അവിടെ കൊണ്ടുപോയി അഭിനയിപ്പിച്ചിരുന്നെങ്കിൽ അനീഷിന്റെ കാലുകയും തല്ലി ഒടിച്ച്, അല്ലെങ്കിൽ ഞാൻ തന്നെ ഏതെങ്കിലും ബിൽഡിങ്ങിന്റെ മേളിൽ നിന്ന് വീട് കാലൊടിഞ്ഞ് ആക്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ വന്നേനെ, ഈ പടം നടക്കത്തില്ലായിരുന്നു. അപ്പം മേ ബി ആ സ്നേഹബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ടായിരിക്കണം എന്നെ ഈ പടത്തിൽ വിളിക്കാനത്. ബിക്കോസ് അത്രമാത്രം ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നവരും അതിന്റെ ടെക്നീഷ്യന്മാരും അനുഭവിച്ചു എന്ന് ഞാൻ അതിന്റെ വീഡിയോയിലൂടെ കണ്ടതാണ്. വളരെ ബുദ്ധിമുട്ടി ചെയ്തിരിക്കുന്ന വ്യത്യസ്തമായ ഒരു സിനിമയാണ്. അനീഷ് എന്നും വ്യത്യസ്തമായ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു അനീഷ് കൊണ്ടുവരുന്ന കോൺസെപ്റ്റുകളെല്ലാം എന്തെങ്കിലും ഒരു ഹുക്ക് പോയിന്റ് അതിനകത്ത് ഉണ്ടാവും. അങ്ങനെ അനീഷ് എല്ലാ 3-4 ആഴ്ച കൂടുമ്പോഴും ഒരു തോട്ട്, സാർ ഇങ്ങനെ ഒരു തോട്ട് കിട്ടി, ഇതെങ്ങനെയുണ്ട്, വളരെ നല്ല തോട്ടാണ്. അപ്പൊ അതില് ഇത് കാണുമ്പോൾ ലൈക്ക് സുധീഷ് ഭായി ഇവിടെ പറഞ്ഞ പോലെ ഇതൊരു കൊച്ചു സിനിമയല്ല, ഇതൊരു പാൻ ഇന്ത്യൻ തോട്ടാണ്. ബിക്കോസ് ഞാൻ പേഴ്സണലി ദുബായ് ഡെസേർട്സ് കണ്ടിട്ടില്ലാത്ത മലയാളികൾ കുറവായിരിക്കും. ഞാൻ ഇതുപോലെ ഒരു ഡെസേർട്ടിൽ സ്റ്റക്കായിട്ടുണ്ട് ഹോൾ നൈറ്റ്. വെരി ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഇന്റർവ്യൂവിന് പോയിട്ട് അവിടെ സ്റ്റക്കായി. ഞങ്ങളൊരു ചെറിയ ക്രൂ പാമ്പൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, അതുകൊണ്ട് ഇപ്പം നീട്ടുന്നില്ല. പിന്നെ ലിനു, ഗ്രേറ്റ് എഫേർട്ട് ലിനു. ഭാഗ്യമുള്ള ഡയറക്ടറാണ്, ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്. എനിക്ക് സക്രിയുടെ ഗർഭിണികളും മങ്കിപ്പൻ 1 വർഷമാണ് ഇറങ്ങിയത്. എനിക്ക് തോന്നുന്നു ഷിബു 9 സ്റ്റേറ്റ് അവാർഡാണ് അല്ലേ നമുക്ക് കിട്ടിയത്. അപ്പം അതിൽ 4-5 സ്റ്റേറ്റ് അവാർഡ് കിട്ടുകയും ഒരുപാട് അപ്രീസിയേഷൻ കിട്ടുകയും ബോക്സ് ഓഫീസിൽ വിജയിക്കുകയും ചെയ്ത സിനിമയാണ് സക്രിയുടെ ഗർഭിണികൾ. അപ്പം അത് അങ്ങനെ ഒരു ഇതാവട്ടെ. ഏറ്റവും നല്ല കഥയ്ക്ക് അനീഷിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമയാണ്. സനൂഷയ്ക്ക് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ്, ലാലേട്ടന് ബെസ്റ്റ് ആക്ടർ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അവാർഡുകളും ബോക്സ് ഓഫീസ് വിജയവും ആവട്ടെ ഈ സിനിമ. അത് കൂടാണ്ട് രാസ്ത എന്ന് പറയുന്ന ഈ സിനിമയുടെ പ്രത്യേകത 2024 മലയാള സിനിമയ്ക്ക് തുടക്കം കുറിക്കുന്ന സിനിമയാണ്. ആദ്യമായിട്ട് റിലീസ് ചെയ്യുന്ന സിനിമ എന്ന ഒരു പ്രത്യേകതയും കൊണ്ട്. അപ്പൊ അതുകൊണ്ട് രാസ്തയ്ക്കും മലയാള സിനിമയോട് ഒരു രാസ്ത കാണിച്ചു കൊടുക്കാനുണ്ട്. നല്ല നല്ല സിനിമകൾ, കണ്ടന്റ് സിനിമകൾ. മലയാള സിനിമ എന്നും അറിയപ്പെട്ടിരുന്നത് കൊച്ചു നല്ല കണ്ടന്റ് കഥകളുള്ള സിനിമകൾ കാണും. ഇപ്പൊ ഒരുപാട് ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു കാലം തിരിച്ചു വരാനുള്ള ഈ രാസ്ത തുറന്നു കൊടുക്കട്ടെ. 2024 നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ, രാസ്ത വൻ വിജയമാവട്ടെ. അതോടൊപ്പം തന്നെ അതിന്റെ അടുത്ത ആഴ്ച ഞാനും ഒരു കൊച്ചു സിനിമയായിട്ട് വരുന്നുണ്ട്, കൽബ്. അപ്പം അതിന്റെ ലോഞ്ചാണ്. ഇതുപോലെ ഫംഗ്ഷൻ നാളെ വേറെ ഉണ്ട്. എല്ലാവരും വരണ്ട, വിളിച്ചിട്ടില്ല എല്ലാവരും.
എന്നെ വിളിച്ചിട്ടുള്ള കൊള്ളാൻ ഭയങ്കര പറഞ്ഞതിനോട് സുഹൃത്താണ്, അതുകൊണ്ട് പറയാൻ കുഴപ്പമില്ല. ഭയങ്കര ഡാൻസറൊക്കെയാണ്. അടുത്ത ഇനിയൊരു പാർവതിയുടെ അഭിനയിക്കുന്ന സിനിമയിലും ഞാൻ ഗസ്റ്റായിട്ട് വരട്ടെ. ചേട്ടന്റെ സിനിമയിലാണ് എന്റെ ഒരു പ്രതീക്ഷ. നാളെ ഇറങ്ങുന്ന പടത്തിൽ ഒരു 19 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെന്റെ ജോലിയായിട്ട് മാറിയിട്ടുണ്ട്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത നല്ലൊരു ആശയമാണ്. അങ്ങനെ ഒരു പറച്ചിലുണ്ട് മലയാള സിനിമയിൽ. അങ്ങനെ ആവട്ടെ, സന്തോഷം. എന്തായാലും എന്നെ വിളിച്ചതിൽ വളരെ സന്തോഷം. രാസ്തയ്ക്ക് വീണ്ടും ഒരുപാട് നന്മകളും ഹിറ്റിനായി പ്രാർത്ഥിക്കുന്നു. സലീം കുമാർ വിളിക്കില്ലേ? ഹലോ, എടാ ഞാൻ ഈ മരുഭൂമിയിലാണ്. എന്തായാലും മൂന്നാമത്തെ കോളില് അദ്ദേഹം പറഞ്ഞു, വിഷ്ണു നന്നായിട്ട് കഷ്ടപ്പെട്ടു, പക്ഷെ നീ കണ്ടോ, നീ കാണാത്തൊരു വിഷ്ണു നമ്പൂതിരിയുടെ ഫ്രെയിംസ് ഈ പടത്തിൽ കാണാം. ട്രെയിലർ കണ്ടു. അപ്പോൾ ജാനുവരി 5 മൊത്തമായിട്ടൊന്ന് കാണണം. ടീമിന് ഓൾ ദ ബെസ്റ്റ്. ഇതുപോലത്തെ ഒരു സർവൈവൽ ത്രില്ലർ മലയാള സിനിമയിൽ ഇനിയും വരണം. അപ്പോൾ ഈ 2024 അങ്ങനത്തെ ഉള്ള കുറെ നല്ല സിനിമകൾ വരട്ടെ. ഞാൻ വളരെ ബുദ്ധിപൂർവ്വം പറഞ്ഞാണ് അവൻ ഇപ്പൊ ചെയ്യാൻ പടത്തിന് അടുത്ത സിനിമ സർവീൽ തന്നു. അത് കാണാൻ അവനത് പറയുന്നത്. എനിക്ക് ഒരു വിഷ്ണുവിനെ പറ്റി ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ അനുഭവിച്ച കാര്യമായിരിക്കും. നമ്മൾ പല ദിവസവും ടൈറ്റ് ഷൂട്ട്, കാരണം 5 മണിയാകുമ്പോൾ ഫോറസ്റ്റ് ഓഫീസർമാർ വന്നിട്ട് ആന 4 കിലോമീറ്റർ അപ്പുറം വന്നിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഷൂട്ട് നിർത്തി ആളുടെ റൂമിലെത്തും. അപ്പൊ ഇന്ന് തീരാനുള്ള ഷൂട്ടോടെ നാളെ എടുക്കണമല്ലോ എന്ന ചിന്തയിലിരിക്കുമ്പോൾ ഞാനും വിഷ്ണു നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ മുറിയിൽ നിന്ന് ഒരു ഓടക്കുടിയിൽ വിളി കേൾക്കാം സ്ഥിരമായിട്ട്. ആദ്യ ദിവസങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ പത്തനംതിട്ടയിലെ ആ ഹോട്ടലിൽ എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. കാരണം അവിടുത്തെ താഴെയുള്ള റിസപ്ഷനുള്ളവർ പറഞ്ഞ് ഇങ്ങനെ ഒരു സൗണ്ട് ഇവിടെ കേൾക്കില്ല എന്ന് പറയുന്നു. എൻ്റെ തൊട്ടിപ്പുറത്തെ റൂമിൽ നിന്ന് രാത്രി 11 മണിക്കും 12 മണിക്കും ഒക്കെ അലൈപ്പായത് പോലത്തെ ക്ലാസിക്കൽ മ്യൂസിക് ഒരു ദിവസം ഇറങ്ങി വരാന്തയിലൂടെ പോയി നോക്കുമ്പോൾ ഈ മനുഷ്യൻ ഇത്രയും ടെൻഷൻ അടിച്ച് ഞങ്ങൾ നിൽക്കുമ്പോൾ രാത്രി 11 മുതൽ 1 മണി വരെ ഓടക്കുഴലും വായിച്ചുകൊണ്ടിരിക്കും. ഈ മേക്കിംഗ് വീഡിയോയിൽ ഞാൻ കണ്ടു അദ്ദേഹം സെറ്റിൽ ഇരുന്ന് ഓടക്കുഴൽ വായിക്കുന്നത്. ഇത്രയും ചൂടും ഇത് മണലെടുത്ത് എറിയുന്നല്ലേ, ആ സമയത്തൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ അത് വായിച്ചോ മനസ്സിലാവുന്നില്ല. എന്തായാലും വലിയ കഴിവുള്ള ഒരു കലാകാരനാണ്. ഭാവിയിൽ ഒരു വലിയ എന്താ പറയുക നടനുമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഡയറക്ടറോടും ആയിക്കോട്ടെ. താങ്ക് യു. രാസ്ത മൂവിയിൽ അഭിനയിച്ച ഞാൻ ഇൻക്ലൂഡഡ് ആണ്. എങ്കിൽ പോലും നിങ്ങൾ കഷ്ടപ്പെട്ട അത്രയൊന്നും കഷ്ടപ്പെട്ടില്ല. നാട്ടിലുള്ള വളരെ കുറച്ച് ഷോർട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് എല്ലാവർക്കും ആശംസകൾ. ഒരു വലിയ സിനിമയായി മാറട്ടെ. അതേപോലെ ഇന്നിവിടെ നിൽക്കുമ്പോൾ എന്നെ ആദ്യമായി ക്യാമറയുടെ മുന്നിൽ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ലിയോ ചേട്ടൻ. ഞാൻ ആദ്യമായിട്ട് ലിയോ ചേട്ടനാണ് എനിക്ക് അഭിനയം തുടങ്ങി തന്ന വ്യക്തി. അതുപോലെ ആദ്യമായിട്ട് എന്നെ സിനിമയെ വിളിച്ച വ്യക്തിയാണ് ഷിബു ചേട്ടൻ. ആദ്യമായിട്ട് വിജയ് ചേട്ടൻ്റെ സിനിമയിൽ ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് പ്രിയപ്പെട്ടവരുള്ള ഒരു വേദിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അതുപോലെ ഒത്തിരി എൻ്റെ സുഹൃത്തുക്കളുണ്ട്, മീഡിയ സുഹൃത്തുക്കളുണ്ട്, അല്ലാത്തവരുണ്ട്. സുധീഷ് ചേട്ടൻ പോലെ ഞാൻ സുധീഷ് ചേട്ടൻ്റെ വൈഫായിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പൊന്നമ്മ ചേച്ചി, വേണു അങ്കിൾ, പിന്നെ അനീഷിൻ്റെ കുറേ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഇതിലധികം വലിയ ക്യാരക്ടറൊന്നും അല്ല. എങ്കിൽ പോലും ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ ദൈവമേ ഇതിനകത്ത് വലിയ ക്യാരക്ടറായിരുന്നു ഞങ്ങളൊക്കെ പെട്ടുപോയേനെ. അത്രയ്ക്ക് ഇവർ എഫോർട്ട് എടുത്തിട്ടുണ്ട്. ആ ഒരു എഫോർട്ടിന് ദൈവം തീർച്ചയായിട്ടും ഒരു വലിയ അനുഗ്രഹം തരുമെന്ന് ആശംസിക്കുന്നു, തരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അഭിലാഷ് പറഞ്ഞ പോലെ ഒരു ഞങ്ങളുടെയൊക്കെ കുടുംബത്തിലുള്ള ഒരാളാണ് അനീഷ്. അനീഷ് ആദ്യം ഡയറക്റ്റ് ചെയ്ത പടം സക്കറിയുടെ ഗർഭിണികൾ, പിന്നെ ബഷീറിൻ്റെ പ്രേമലേഖനം. അങ്ങനെ അനീഷിൻ്റെ 2 പടം ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. പക്ഷെ ഞാൻ സത്യത്തിൽ ഞാൻ തുടങ്ങി കുറച്ച് വൈകി വരാൻ വേണ്ടി, ഭയങ്കര ബ്ലോക്കായിരുന്നു. ഞാൻ ഈ ട്രെയിലർ കണ്ടപ്പോഴേ ഞാൻ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി കേട്ടോ. ഇത്ര മനോഹരമായിട്ട് ക്യാമറ, അയ്യോ ഞാനത് എനിക്ക് അങ്ങോട്ട് ഇറങ്ങി പോകുന്ന കണ്ടപ്പോഴേ എനിക്കൊന്ന് കെട്ടിപ്പിടിക്കണമെന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാലേ ഇത്ര എന്ത് ഇതെടുത്തിട്ടാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാവരും അതിനകത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അനീഷ്, ഞാൻ അനീഷിനോട് എപ്പോഴും ചോദിക്കാറുണ്ട്, അനീഷ് ഇച്ചിരി നേരത്തെ അനീഷിനെ അഭിനയിക്കാമായിരുന്നെന്ന്. എന്തിനാ ഇത്രയും കാലം വൈകിയെന്ന് അനീഷിനോട്. അനീഷ് ഇപ്പോഴാണ് അഭിനയിക്കാൻ ശക്തമായിട്ട് ഇപ്പോൾ നല്ല റോളുമായിട്ട് ഇപ്പോൾ ചെയ്യുന്നത്. ഇച്ചിരി നേരത്തേക്ക് അഭിനയിക്കാറുണ്ടല്ലേ അനീഷിന്? നന്നായിട്ടുണ്ട്, നല്ല മൊഞ്ചനായിട്ടുണ്ട്. 2 ഹീറോ ആയ പോലെ എനിക്ക് തോന്നി ഇതിനകത്ത്. ആണോ? 2 ഹീറോ ഉണ്ടോ? 5 പേരുണ്ടോ? അതിനൊരാളാണല്ലേ? അയ്യോ കലക്കി കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിനകത്ത് കണ്ടപ്പോൾ. പാട്ടും ഇഷ്ടമായിട്ടിരിക്കല്ലേ? സുധീഷ് ഒരുപാട് നാളെ നമ്മൾ കണ്ടിട്ടില്ല. ഇങ്ങനെയൊക്കെ നമ്മളൊരു ഫംഗ്ഷൻ ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ എല്ലാവരും ഒന്ന് കാണാൻ പറ്റുക. എന്തായാലും മറ്റേ
സിദ്ധാർത്ഥ സാറിൻ്റെ മോനെ ഞാൻ ഇവിടെ വെച്ച് കണ്ടു. ഒത്തിരി സന്തോഷം. പാട്ടൊക്കെ നന്നായിരിക്കുന്നു, എല്ലാം നല്ല പാട്ടുകൾ. എന്തായാലും ഈ പടം ജനുവരി 5 റിലീസാവുകയാണ്. പടം സൂപ്പർ ഹിറ്റ് ആവട്ടെ.